നമസ്കാരം, ഞാൻ സിജു രാജൻ. നമ്മുടെ നാട്ടിൽ രണ്ട് രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരുണ്ട്. ഒന്ന് പണമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി മാത്രം ബിസിനസ് ചെയ്യുന്നവർ, മറ്റൊന്ന് ബ്രാൻഡ് വളർത്തുക എന്നുള്ള ലക്ഷ്യം കൂടി മുന്നോട്ടേക്ക് വെച്ച് ബിസിനസ് ചെയ്യുന്നവർ. ഈ പണമുണ്ടാക്കുക എന്ന് പറയുന്ന ലക്ഷ്യത്തോടു കൂടി ബിസിനസ് ചെയ്യുന്നവരാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതലുള്ളതെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. കാരണം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ വലിയ രീതിയിൽ MLM ബിസിനസ്സുകൾ, ഞാൻ മൾട്ടി ലെവൽ മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് അങ്ങനെ നെഗറ്റീവ് പറയുകയല്ല, പക്ഷേ കൂടുതൽ ആൾക്കാർ MLMലേക്ക് ഇറങ്ങുന്നത്. കാരണം അത് ആൾക്കാർ പാഷനേറ്റ് ആയതുകൊണ്ട് ഇറങ്ങുകയല്ല ചെയ്യുന്നത്, പണത്തോടുള്ള പാഷൻ കൊണ്ടാണ് പലപ്പോഴും MLMലേക്ക് ആൾക്കാർ കൂടുതലായിട്ട് ഇറങ്ങുന്നത് എന്നുള്ളതൊരു വാസ്തവമാണ്, നിങ്ങൾ എന്ത് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ. മറ്റൊന്ന്, ഇന്നത്തെ കാലത്ത് ഫുൾ ടൈം ഇത്തരത്തിലുള്ള സ്റ്റോക്ക് മാർക്കറ്റിൽ പ്ലേ ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം വലിയ രീതിയിൽ കൂടുന്നുണ്ട്. കാരണം അവിടെയും ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാഭം ഉണ്ടാക്കുക, കൂടുതൽ പണം ഉണ്ടാക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതിന് ഞാൻ ഒരിക്കലും എഗെയിൻസ്റ്റ് ആയിട്ട് പറയുകയല്ല, ഞാനും ഡെഫിനറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ്. പിന്നെ പൊതുവേ നമ്മൾ റീസെൻ്റ്ലിയൊക്കെ ഒരുപാട് കേട്ടിട്ടുള്ളൊരു വാർത്തയാണ് ഈ ഓൺലൈൻ ഗെയിംസ് കളിച്ച് ഒരുപാട് പണം നഷ്ടപ്പെട്ടിട്ടുള്ള വാർത്ത. അത് നല്ല ഒരു ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആൾക്കാരുടെ പോലും ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള വാർത്ത നമ്മൾ കേട്ടതാണ്. ഈ ഓൺലൈൻ ഗെയിംസ് കളിച്ച് പൈസ ഒരുപാട് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ട് ആത്മഹത്യ ചെയ്ത ഒരു പെൺകുട്ടിയുടെ കഥ നമ്മൾ റീസെൻ്റ്ലി പത്രത്തിലൂടെ വായിക്കുകയുണ്ടായല്ലോ. അപ്പോൾ അത്തരത്തിൽ പണം ഉണ്ടാക്കുക, നമുക്ക് 10 രൂപ കിട്ടിയാൽ പോരാ, അതിനെ നമുക്ക് 100 രൂപയാക്കണം, അതിനെ 1000 രൂപയാക്കണം, ഈ ഒരു ആഗ്രഹം മാത്രം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ചതിക്കുഴിയിലേക്ക് വീഴുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ ഭൂരിപക്ഷം ആൾക്കാരും മലയാളികൾ തന്നെയാണ്, അതും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള മലയാളികളാണ്. സാധാരണക്കാരനല്ല കൂടുതൽ ഇതിൽ പെടുന്നത്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം ഹൈ പ്രൊഫൈലിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് ഇതിലേക്ക് വീഴുന്നത്. കാരണം കൂടുതൽ പണം ഉണ്ടാക്കണം എന്നുള്ള ആ ഒരു ആക്രാന്തം തന്നെയാണ്. പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പാപമല്ല, അത് ഡെഫിനറ്റ്ലി നമ്മളെല്ലാവരും ശീലിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. മണി മേക്കിംഗ് എന്ന് പറയുന്ന ഒരു തെറ്റായിട്ടൊരു കാര്യമേ അല്ല, പോസിറ്റീവുള്ളൊരു കാര്യം തന്നെയാണ്, ഉണ്ടാക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഈ പണം മാത്രം മുന്നോട്ടേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ പലപ്പോഴും ബിസിനസ് വളർത്താനായിട്ട് കഴിഞ്ഞെന്ന് വരത്തില്ല. അതുകൊണ്ടാണ് ഈ കോവിഡ് സമയത്ത് നമ്മൾ മുംബൈയിലും മറ്റുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കോടികളുടെ ബിസിനസ് ചെയ്തിട്ടുള്ള പലരും അങ്ങ് തകർന്നടിഞ്ഞ് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് വീണത്. കാരണം അവർ ഒരു കാലത്ത് വലിയ രീതിയിലുള്ള ട്രേഡിംഗ് നടത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് വാങ്ങുന്നു, അവരൊരു മീഡിയേറ്ററായിട്ട് ഒരു പ്രൊഡക്റ്റ് വാങ്ങുന്നു, വിൽക്കുന്നു. ഈ ഒരു ബിസിനസ് ചെയ്ത് കോടികളുടെ ബിസിനസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഇതിൽ ഭൂരിപക്ഷം ആൾക്കാരും ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോയി. അതിനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങൾ അവരുടെ ബിസിനസ്സിൽ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഈ ട്രേഡിംഗ് ബിസിനസ്സിൻ്റെ ഒരു പോരായ്മയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതിനെ തരണം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് മികച്ച കോൺസെപ്റ്റുകൾ വേണം. മികച്ച കോൺസെപ്റ്റ് നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കഴിയണം. ബിസിനസ്സിൽ ഏറ്റവും മികച്ച കോൺസെപ്റ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയണം. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാക്കിയെടുത്ത് കഴിഞ്ഞാൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ നമുക്കതിനെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനായിട്ട് കഴിയും. നമ്മുടെ കോൺസെപ്റ്റ് മികച്ചതാണെന്നുണ്ടെങ്കിൽ. നമ്മൾ കോൺസെപ്റ്റേ ഇല്ലാതെ ട്രേഡിംഗ് മാത്രമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ബിസിനസ്സിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത്. ഈ എക്കോണമിയിൽ കാര്യമായിട്ടുള്ള പ്രശ്നം വരുന്ന സമയത്ത് ബിസിനസ്സിനെയും വലിയ രീതിയിൽ അത് ബാധിക്കുന്നത്. അപ്പോൾ ഒരു കോൺസെപ്റ്റ് നിർമ്മിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഒരു മികച്ച കോൺസെപ്റ്റിൽ ഉണ്ടാവേണ്ട പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. പല സ്രോതസ്സിൽ നിന്നും ഒരുപക്ഷെ നിങ്ങൾക്ക് ഈ ബിസിനസ് കോൺസെപ്റ്റ് കിട്ടിയെന്ന് വരാം. ഒന്ന്, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള ഒരു കാര്യത്തെ നിങ്ങൾ ഒരുപക്ഷെ ഒരു ബിസിനസ്സായിട്ട്, ഒരു ബിസിനസ് കോൺസെപ്റ്റായിട്ട് തയ്യാറാക്കിയെന്ന് വരാം. മറ്റൊന്ന്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റ് രാജ്യങ്ങളിലോ മറ്റ് സ്ഥലങ്ങളിലോ നിലവിലുള്ള ഒരു ബിസിനസ് ആശയത്തെ നമ്മൾ അതേപോലെ ഇവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് നോക്കുന്നു. ആ ഒരു ബിസിനസ് നമ്മളിവിടെ അഡാപ്റ്റ് ചെയ്യുന്നു. അത്തരത്തിൽ കോൺസെപ്റ്റ് ഉണ്ടാക്കാം. മറ്റൊന്ന്, നിങ്ങളുടെ നിരന്തരമായിട്ടുള്ള പഠനത്തിൻ്റെ ഒരു ഫലമായിട്ട്, അതായത് ആൾക്കാരുടെ നീഡ് എന്താണെന്നുള്ളത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറയുന്ന ലെവലിൽ നിങ്ങൾ തന്നെ വികസിപ്പിച്ചെടുത്തിട്ടുള്ള, നിങ്ങൾ തന്നെ സ്വയം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആവാം. സോ അത്തരത്തിൽ പല സ്രോതസ്സിൽ നിന്ന് നിങ്ങൾക്ക് കോൺസെപ്റ്റ് കിട്ടാം. പക്ഷേ ഈ കോൺസെപ്റ്റുകളെല്ലാം മോണിറ്റൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ എന്നത് വളരെ അനിവാര്യമായിട്ട് നോക്കേണ്ട ഒരു കാര്യമാണ്. കാര്യം ഇതിൽ നിന്നെല്ലാം നമുക്ക് പണം ഉണ്ടാക്കാനായിട്ട് കഴിയണം, എങ്കിൽ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയത്തുള്ളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, പണം ഉണ്ടാക്കുക എന്ന് പറയുന്നത് തെറ്റല്ല, അത് വളരെ പോസിറ്റീവുള്ളൊരു കാര്യമാണ്. സോ ഇത്തരം കോൺസെപ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് പണം ഉണ്ടാക്കാൻ കഴിയുന്നുണ്ടോ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇതിൻ്റെ മാർജിനാണ്. അതായത് നിങ്ങൾ ഒരു പ്രോഡക്റ്റ് വിൽക്കുകയാണ്, അതിൽ നിന്ന് നിങ്ങൾക്ക് 1% ലാഭം കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എത്ര ഹൈ ക്വാണ്ടിറ്റിയിൽ പ്രോഡക്റ്റ് സെല്ല് ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യാൻ കഴിയുക എന്നുള്ളത്. കാരണം വളരെ ചുരുങ്ങി പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കിട്ടുന്നുള്ളൂ. നേരെ മറിച്ച് നിങ്ങൾക്ക് ഒരു 30%, 40%, 50% ഒക്കെ പ്രോഫിറ്റ് ഉണ്ടാക്കി എടുക്കാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ
ഡെഫിനറ്റ്ലി അത് നിങ്ങളുടെ ബിസിനസ്സിൻ്റെ ഗ്രോത്തിനെ വലിയ രീതിയിൽ സഹായിക്കും, അല്ലെ ക്യാഷ് ഫ്ലോ വലിയ രീതിയിൽ, ക്യാഷ് ഇൻഫ്ലോ വലിയ രീതിയിൽ കൂട്ടാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രോഫിറ്റ് മാർജിൻ കിട്ടുന്ന ഒരു പ്രോഡക്റ്റ് ആണോ, ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആണോ നിങ്ങളുടെ മനസ്സിലുള്ളത്, അത് ഏറ്റവും ആദ്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരിക്കലും നിങ്ങൾ ടേൺ ഓവറിനെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ബിസിനസ്സിനെ വിലയിരുത്തരുത്. പലരും പറയാറുണ്ട് 5 കോടി രൂപ നമുക്ക് ഈ വർഷം ടേൺ ഓവർ ഉണ്ടായി, അല്ലെങ്കിൽ 10 കോടി രൂപ ടേൺ ഓവർ ഉണ്ടായി എന്നെല്ലാം പലരും പറയാറുണ്ട്. പക്ഷേ എത്ര ലാഭമുണ്ടായി? ആ ടേൺ ഓവറിലല്ല കാര്യം. ടേൺ ഓവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ വിൽപ്പനയാണ്. നിങ്ങൾ എത്ര വിൽക്കുന്നു and അതിനനുസരിച്ചുള്ള തുക നിങ്ങൾക്ക് കിട്ടുന്നു. പക്ഷേ അതിൽ നിന്ന് പ്രോഫിറ്റാണ് നമ്മൾ നോക്കേണ്ടത്. എല്ലാ എക്സ്പെൻഡിച്ചറും കഴിഞ്ഞ് ബാക്കി നിങ്ങളുടെ കയ്യിൽ എത്ര മിച്ചമുണ്ട്, ദാറ്റ് ഈസ് പ്രോഫിറ്റ്. ഈ പ്രോഫിറ്റ് എത്രത്തോളം ഉണ്ട്, പ്രോഫിറ്റ് എത്രത്തോളം കൂടുതലാണ്, ഇതാണ് നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട മെയിനായിട്ടൊരു കാര്യം. അപ്പോൾ ഈ ടേൺ ഓവറിനെ മാത്രം ആശ്രയിച്ചാവരുത് നിങ്ങൾ ബിസിനസ് ചെയ്യുന്നത്, പ്രോഫിറ്റ് കൂട്ടാനായിട്ട് നോക്കുക. അപ്പോൾ അത്തരത്തിൽ പ്രോഫിറ്റ് കൂട്ടാൻ കഴിയുന്ന ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആണോ ഇത്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആദ്യം നോക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്, ആളുകൾ ഉൽപ്പന്നം വാങ്ങുന്നത് എന്തുകൊണ്ടാണ്? ഒരുപാട് കാരണങ്ങളോട് വാങ്ങാം. എന്നാലും ആളുകളുടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്നതാണോ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത്? ആളുകളുടെ ലൈഫിനെ ഈസി ആക്കുന്നതാണോ നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് എന്ന് പറയുന്നത്? ആളുകൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ, ആ ഇഷ്യൂവിൻ്റെ ഒരു സൊല്യൂഷൻ ആയിട്ടാണോ നിങ്ങൾ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നത്? അപ്പോൾ അത്തരത്തിൽ ആളുകളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷൻ ആണോ നിങ്ങളുടെ പ്രോഡക്റ്റ് എന്നുള്ളത് മറ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ് നിങ്ങളുടെ ബിസിനസ് കോൺസെപ്റ്റ് വയബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. മൂന്നാമത്തേത്, ഇതിൻ്റെ മാർക്കറ്റ് അവൈലബിൾ ആണോ? ഈ മാർക്കറ്റ് അവൈലബിൾ ആണോ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കസ്റ്റമർ സെഗ്മെൻറ്റ് ഉണ്ടാവുമല്ലോ, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു നിഷ് ഓഡിയൻസ്, ഈ ഓഡിയൻസിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചെല്ലാനായിട്ട് കഴിയുമോ? അതിപ്പോൾ സ്ത്രീകളെ മാത്രം ഫോക്കസ് ചെയ്ത പ്രോഡക്റ്റ് ആണോ, കുട്ടികളെ ഫോക്കസ് ചെയ്തിട്ടാണോ, അതോ മുതിർന്നവരെ ഫോക്കസ് ചെയ്തിട്ടാണോ, അതോ ഇന്ന ലൊക്കേഷനുള്ളവരെ ഫോക്കസ് ചെയ്തിട്ടാണോ? അത്തരത്തിലുള്ളൊരു നിഷ് ഒരു ഓഡിയൻസ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ, അവരിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് പോസിബിലിറ്റി ഉണ്ടോ? അത് നിങ്ങൾ ഓൺലൈനായിട്ടാണോ എത്തിപ്പെടാൻ പ്ലാൻ ചെയ്യുന്നത്, അതോ ഡയറക്റ്റ് ആയിട്ടാണോ എത്തിപ്പെടാൻ പ്ലാൻ ചെയ്യുന്നത്? അപ്പോൾ ഇതിനുള്ള മാർക്കറ്റ് എത്രത്തോളം അവൈലബിൾ ആണ് എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട മറ്റൊരു കാര്യമാണ്. അതായത് ഈ ബിസിനസ് കോൺസെപ്റ്റ് മികച്ചതാണോ എന്ന് പരിഗണിക്കുന്ന സമയത്ത്. നാലാമത്തേത്, ഏതൊരു ബിസിനസ് ആശയവും മാറ്റങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് മാത്രമേ, മാറ്റങ്ങളെ അംഗീകരിച്ച് ആ ഒരു ഇമ്പ്രൂവ്മെൻ്റ് വരുത്തുന്ന സമയത്ത് മാത്രമേ വളരാനായിട്ട് കഴിയത്തുള്ളൂ, കോമ്പറ്റീഷനെ ബീറ്റ് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, കാലത്തെ അതിജീവിക്കാനായിട്ട് കഴിയത്തുള്ളൂ. അത്തരത്തിൽ ടെക്നോളജി അപ്ഗ്രേഡേഷൻ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കൈൻഡ് ഓഫ് പ്രോഡക്റ്റ് ആണോ അല്ലെങ്കിൽ സർവീസ് ആണോ നിങ്ങളുടേത്? അല്ലാന്നുണ്ടെങ്കിൽ അത് കാലഹരണപ്പെട്ടു പോകും. കുറേ കഴിയുന്ന സമയത്ത് ഇപ്പോൾ ബ്ലോക്ക് ബസ്റ്റർ എന്ന് പറയുന്ന ഒരു റെൻ്റൽ സർവീസ്, ഈ മൂവീസിൻ്റെ CDs മറ്റു കാര്യങ്ങളെല്ലാം, ഈ VCRൻ്റെ ഡിസ്ക് മറ്റു കാര്യങ്ങളെല്ലാം, ടേപ്പ് മറ്റു കാര്യങ്ങളെല്ലാം റെൻ്റൽ കൊടുത്തിരുന്ന സ്ഥാപനം എന്തുകൊണ്ടാണ് അടച്ചു പൂട്ടേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നത്? അവർ അഡാപ്റ്റ് ചെയ്തില്ല, അവർ CD-യിലേക്കും DVD-യിലേക്കും മാറിയില്ല, അവർ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് മാറിയില്ല, അവർ മൂവി സ്ട്രീമിങ്ങിലേക്ക് അവർ മാറിയില്ല. അതുകൊണ്ടാണ്. അപ്പോൾ കാലത്തിന് നമുക്ക് അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ മാറ്റങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റൂ, അംഗീകരിച്ചേ പറ്റൂ, അത് നമ്മൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തേ പറ്റൂ. സോ അത്തരത്തിൽ ടെക്നോളജീസിനെ അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന പാകത്തിനുള്ള ഒരു ഉൽപ്പന്നമോ സേവനമാണോ നിങ്ങളുടേത്? ഇതും നിങ്ങൾ തിരക്കേണ്ട പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ്. അപ്പോൾ ഈ 4 കാര്യങ്ങൾ, ഒന്ന്, നിങ്ങളുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസിനെ മോണിറ്റൈസ് ചെയ്യാൻ കഴിയുന്നുണ്ടോ, കൂടുതൽ ലാഭം അതിൽ നിന്ന് നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് കഴിയുമോ, ഒന്നാമതായിട്ട് പരിഗണിക്കേണ്ടത്. 2, ആളുകളുടെ എന്തെങ്കിലും ഒരു പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഉൽപ്പന്നമാണോ നിങ്ങളുടേത്? കാരണം എങ്കിലേ നമുക്ക് ആൾക്കാരിലേക്ക് ഈസിയായിട്ട് റീച്ച് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, എങ്കിലേ ആൾക്കാർ നമ്മുടെ പ്രോഡക്റ്റ് വാങ്ങത്തുള്ളൂ. കാരണം ഇതിനെയാണ് ഹൈലൈറ്റ് ചെയ്ത് നമ്മൾ മാർക്കറ്റിംഗ് ചെയ്യേണ്ടത്. അപ്പോൾ അത്തരത്തിൽ ആളുകളുടെ എന്തെങ്കിലും ഒരു ഇഷ്യൂവിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണോ നിങ്ങളുടേത്? 3, ഇതിൻ്റെ മാർക്കറ്റ് അവൈലബിലിറ്റി എത്രത്തോളം ഉണ്ട്, എത്രത്തോളം ഈസി ആയിട്ട് ജനങ്ങളിലേക്ക്, നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ആ ഒരു നിഷ് ഓഡിയൻസിലേക്ക് എത്തിപ്പെടാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. അതും നിങ്ങൾ ഇവാലുവേറ്റ് ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആൻഡ് 4, പോസിബിലിറ്റി ഓഫ് അഡാപ്റ്റേഷൻ, ടെക്നോളജി എത്രത്തോളം അഡാപ്റ്റ് ചെയ്യാൻ പോസിബിൾ ആയിട്ടുള്ള ആ ഒരു കേപ്പബിലിറ്റി ഉള്ള ഒരു ബിസിനസ് കോൺസെപ്റ്റ് ആണ് നിങ്ങളുടേത്. ഈ 4 കാര്യങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ് ആശയവും ഏറ്റവും മികച്ചതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ ഒരു മികച്ച ബിസിനസ് ആശയം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ സിജു രാജൻ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.